പിണറായി വിജയൻ എന്താ അഹങ്കാരവും ദാർഷ്ട്യവും കൊണ്ട് നടക്കണതാണ് മുഖ്യമന്ത്രി. കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞില്ലേ, ആരോടെന്തോ ചോദ്യത്തിന് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത്, അതാണ് മുഖ്യമന്ത്രി. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം? അടുത്ത മുഖ്യമന്ത്രി LDF തീരുമാനിക്കും. നമ്പർ 1 സൂപ്പറായിട്ട് വരാനുള്ള സാധ്യതയും അതിനുള്ള എല്ലാ സാധ്യതകളും പിണറായി വിജയന് തന്നെയാണ്. BJP പറഞ്ഞാണ് മുഖ്യമന്ത്രി ആരായാലും കുഴപ്പമില്ല. ആര് വരുന്നില്ല, ആര് വന്നാലും നല്ല ഭരണം കാഴ്ചവെച്ചാൽ ജനങ്ങൾക്ക് നല്ലത്. അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ നമ്മളൊരു 32 രൂപ അരി കിട്ടുകൊണ്ടിരുന്ന ഇപ്പൊ 56 കൊടുത്താണ് വാങ്ങണത്. ആര് വന്നാലും നമുക്ക് ഉപകാരമുള്ള ഒരാൾ വേണം. നിലവിലുള്ള CM വേണ്ട, പിണറായി വിജയൻ തന്നെ. അടുത്ത ഭരണം ആര് പിടിക്കണം ആഗ്രഹം? BJP പിടിക്കണമെന്ന് ആഗ്രഹം, പക്ഷെ പിടിക്കൂല, വേറെ ആരെങ്കിലും പിടിക്കും. അതാ LDF ഒരു ഷുവറാണ് കാര്യത്തിൽ. പിണറായി വിജയൻ തന്നെ ഒരു ഉറപ്പാണ്. VD വെച്ച് പിടിക്കൂല. പിണറായിയുടെ ഐശ്വര്യം പ്രതിപക്ഷം തന്നെയാണ്, പ്രത്യേകിച്ച് സതീശൻ. VD മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ ഉറപ്പിച്ച് പ്രമുഖര്. ഒരു സംശയമില്ല, പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാവും. മൂന്നാം ഉറപ്പല്ലേ? കാരണം നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്ക് ആരൊക്കെ വേണം എന്തൊക്കെ വേണോ തീരുമാനിക്കാൻ പോലും സമയമില്ല. കേരളത്തിൽ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ UDF ആണ് ഭരിക്കേണ്ടത്. പിണറായി വിജയൻ അത് ഒരഭിപ്രായം പൊതുവെ കുറവായിട്ട് കാണുന്നത്. അടുത്ത മുഖ്യമന്ത്രി NDAയുടെ മുഖ്യമന്ത്രി വരും. നിവർന്നത് വർത്താൻ പറയാൻ പറ്റില്ല ഒരു LDF എന്താ നിവർന്ന് വർത്താൻ ഉള്ള കാര്യം പറയുമോ? പറഞ്ഞാന്ന് പുള്ളി പറഞ്ഞ എല്ലാ കാര്യം പ്രവചിച്ചു ശരിയാണ്, കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഞാൻ CPM ആണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത്രയും പോരാ. ഈ തുടരെ പുള്ളിയെ മാറ്റിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നു. 2-3 പ്രാവശ്യമൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു അഭിപ്രായക്കുറവുണ്ടാവും. കേരളം കണ്ടുള്ള ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അതാണ് പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകം മിടുക്ക്. മുഖ്യമന്ത്രി ആവണത് അർഹനാണ് പുള്ളി, അതിന് മാറ്റമൊന്നുമില്ല ആ ഒരു കാര്യത്തിൽ. എൻ്റെ അഭിപ്രായം VD സതീശൻ തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ പഠിക്കും എന്തെങ്കിലും മറിച്ച് വീണാൽ. വാഗ്ദാനങ്ങളുടെ ഈ പെരുമഴ കാലത്ത് ജനം ഉറ്റുനോക്കുന്നത് ഒരൊറ്റ കസേരയിലേക്കാണ്. കേരളത്തിന്റെ വരുംകാലം ആരും നയിക്കണം? ജനങ്ങളുടെ മനസ്സിലെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അദ്ദേഹം തന്നെ തുടരണമെന്നാണ് ആഗ്രഹം. തുടരണം എന്നുള്ളതാണ് 100% ആഗ്രഹം. കാരണം അശേഷം വർഗീയത ഇല്ലാത്ത, ആളുള്ള നേരം നോക്കി വർഗീയത ഒട്ടും ഇല്ലാത്ത, ഇപ്പോൾ ഈ ഡീലൊക്കെ ആരോപിക്കുന്നതാണ്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. മതേതര വോട്ടുകളുടെ പിൻബലത്തിൽ പിണറായി വിജയൻ വീണ്ടും ജയിച്ചു കയറും എന്നുള്ളതാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ. പിന്നെ ഈ പെൻഷൻ, പിന്നെ ആശുപത്രികൾ, പബ്ലിക് സ്കൂളുകൾ എല്ലാം പബ്ലിക്കാക്കാവുന്നവരാണ്. അത് ഒരു വിഷയമാണ്. പിന്നെ അതുകൊണ്ട് സ്വകാര്യ ലോബിക്ക് പിണറായിനോട് ഭയങ്കര എതിർപ്പാണ്. ആ സ്വകാര്യ ലോബിയുടെ പിൻബലത്തിലാണ് കോൺഗ്രസ് ഇവിടെ കളിക്കുന്നത്. ഒരിക്കലുമില്ല. കേരളത്തിലെ ജനങ്ങൾ പഠിക്കും എന്തെങ്കിലും മറിച്ച് വീണാൽ. കാര്യം 10 വർഷമായിട്ട് ഇവിടെ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് കേരളം. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വളരെ മോശമല്ലേ? പിണറായി വിജയൻ എന്താ അഹങ്കാരവും ദാർഷ്ട്യവും കൊണ്ട് നടക്കണതാണ് മുഖ്യമന്ത്രി. കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞില്ലേ, ആരോടെന്തോ ചോദ്യത്തിന് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത്, അതാണ് മുഖ്യമന്ത്രി. CPM നല്ല മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു, നയനാരും അങ്ങനെയുള്ളവർക്ക്. ഇപ്പോൾ അങ്ങനെയുള്ള മുഖ്യമന്ത്രി ഇല്ല, സംവിധാനവും ഇല്ല, ഒന്നുമില്ല. അടുത്ത മുഖ്യമന്ത്രി NDAയുടെ മുഖ്യമന്ത്രി വരും. ഈ തവണത്താണ് ചോദിച്ചത്. ഈ തവണ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ അത് പറയാൻ പറ്റില്ലെന്ന്. അടുത്ത പ്രാവശ്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം? അടുത്ത മുഖ്യമന്ത്രി LDF തീരുമാനിക്കും. അതിൽ പ്രത്യേകം ഞാൻ തീരുമാനിക്കണമെന്നില്ല. LDF ആരെയാണോ തീരുമാനിക്കുന്നത് അത് മുഖ്യമന്ത്രി ആയിരിക്കും. മാത്രമല്ല അതിൽ നമ്പർ 1 സൂപ്പറായിട്ട് വരാനുള്ള സാധ്യതയും അതിനുള്ള എല്ലാ സാധ്യതകളും പിണറായി വിജയന് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഇപ്പം ജീവിച്ചിരിക്കുന്നത് നമ്പർ 1 ആണ് പിണറായി വിജയൻ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം ആഗ്രഹം? പിണറായി വിജയൻ തന്നെ. പിണറായി വിജയൻ. കാരണം BJP താല്പര്യമില്ല, കോൺഗ്രസ് അതുപോലെ തന്നെ. സോ അതുകൊണ്ട് പിണറായി ഒരു LDFിൻ്റെ ആരെങ്കിലും. ഇപ്പോഴെങ്ങനെ പറയണത്? ഇത് TV-യിലും കണ്ടല്ലേ അമ്മ. ഞാനിതിന് വേണ്ടി നടന്ന ആളല്ല. യൂണിയറ്റിയെ നടന്ന ആളല്ല. ഭരണം അത് ജയിച്ചു കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ചേട്ടൻ ആര് വരണം? അങ്ങനെ BJP പറഞ്ഞാണ് മുഖ്യമന്ത്രി ആരായാലും കുഴപ്പമില്ല. ആര് വരുന്നില്ല, ആര് വന്നാലും നല്ല ഭരണം കാഴ്ചവെച്ചാൽ ജനങ്ങൾക്ക് നല്ലത്. അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പിണറായി വേണ്ട. പിണറായി അല്ല, നമുക്ക് നേരത്തെ ഉണ്ടായ ഇപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ റേഷൻ കടയുടെ ഫ്രണ്ടിലാണ്. ഇപ്പം നേരത്തെ നമ്മളൊരു 32 രൂപ അരി കിട്ടുകൊണ്ടിരുന്ന ഇപ്പം 56 കൊടുത്താണ് വാങ്ങണത്. ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലാവും. അതേപോലെ തൊടാൻ പറ്റില്ല, ഒരു സാധനം ഇപ്പോൾ തൊടാൻ പറ്റാത്ത രീതിയെ വില കുറയണം, എന്നാലേ ഇനി ഉള്ളൂ. അടുത്ത ഭരണം ആര് വരണം ആഗ്രഹം? അത് പറഞ്ഞാൽ ആര് വന്നാലും നമുക്ക് ഉപകാരമുള്ള ഒരാൾ വേണം. ഇപ്പം 3 പാർട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, ആരാണെങ്കിലും ജനത്തിന് ഇപ്പം വീടിൻ്റെ അടിസ്ഥാന സൗകര്യമാണ് ഒരു വീട്. അതിൻ്റെയൊക്കെ പ്ലാന്റ് തന്നെ പൈസ തന്നെ എത്രയും, അതൊക്കെ പഴയ രീതിയിൽ തന്നെ ആവണം.
ഒരു വീട് സാധാരണ ഒരു വീട് വെക്കാൻ പറ്റും ഇപ്പം 25,000-30,000 രൂപയ്ക്കാണ്. നിലവിലുള്ള സ്ഥിതിയും വേണ്ട. ഒരു ധാർഷ്ട്യമുള്ള ഒരാളല്ലേ അയാളൊരു നമുക്കൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രകൃതക്കാരനാണ്. ആര് വരണം എന്ന് ആഗ്രഹം? അങ്ങനെ പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല. നല്ല ചേഞ്ച് ആവശ്യമുണ്ട്. അടുത്ത ഭരണം ആര് പിടിക്കണം എന്ന് ആഗ്രഹം? BJP പിടിക്കണമെന്ന് ആഗ്രഹം, പക്ഷെ പിടിക്കൂല. വേറെ ആരെങ്കിലും പിടിക്കും. UDF ചിലപ്പോൾ UDF എടുക്കുമല്ലോ. UDF ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് ചേട്ടന് ആര് വരണം എന്നാ തോന്നുന്നേ? അവർക്ക് കുറേ പേരുണ്ടല്ലോ. എന്നാലും എസ്പെഷ്യലി ആഗ്രഹമല്ല, എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് VD സതീശനായിരിക്കും. ആയിരിക്കണം. UDF വന്നാലേ. UDF വന്നാ LDF തന്നെ ആണെങ്കിൽ LDF വരുമോ? വരില്ല. പ്രാർത്ഥിക്കണത്. അതെന്താ? പർട്ടിക്കുലർലി എനിക്ക് ഇഷ്ടമല്ല അവരാ. അതുകൊണ്ട് മോശം തന്നെ പറയണം. 10 വർഷം കൊണ്ട് ഈ ലാസ്റ്റത്തെ 5 ഇയർ വളരെ മോശമായിരുന്നു. ഇപ്പം എന്ത് ട്രാൻസ്പോർട്ടേഷൻ മേഖല ആണെങ്കിലും എന്താണെങ്കിലും വളരെ മോശമായിരുന്നു. ദ്രോഹമല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ വണ്ടിക്കാർക്ക് മോശം തന്നെയുള്ള രീതിയിൽ ഒരുപാട് ഇപ്പോൾ ഗണേശൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ കളർ കോഡ്, പിന്നെ ഇപ്പോൾ ആവശ്യമില്ലാത്ത കുറേ കോൺസെപ്റ്റ് വണ്ടികളൊക്കെ ഉണ്ട്. സ്പീഡ് ഗവർണർ, അത് ഇത്. ഇവർക്ക് കേന്ദ്രത്തിനെ പഴി പറയുകയാണെങ്കിലും കേന്ദ്രത്തിന് ഇവർക്ക് മാറ്റി വെക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വേറൊരു സംസ്ഥാനങ്ങളിലും ക്ഷേമനിധിയില്ല. കേന്ദ്രം ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ക്ഷേമനിധിയില്ല. നമുക്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ വണ്ടികൾക്ക് മാത്രമേ ക്ഷേമനിധിയുള്ളൂ. ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടാക്സ് വിൻഡോ ഓപ്പൺ ആയി കിട്ടുള്ളൂ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ വണ്ടിക്കാരൊന്നും ക്ഷേമനിധി ഇല്ലെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നില്ല. നമ്മൾക്ക് മാത്രം അങ്ങനെ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇവർക്ക് വേണമെങ്കിൽ അത് സ്വയമേധ ഒഴിവാക്കാം. അവരത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര മോശം കാര്യമായിട്ട് തോന്നുന്നത്. വേണമെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനെങ്കിലും കൊടുക്കണം. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ എനിക്ക് വേണ്ട, ഇയാൾക്ക് വേണം, എനിക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്തോട്ടെ. ഇപ്പോൾ വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്, അതൊന്നും ചെയ്തു തരില്ല. അപ്പോൾ എനിക്ക് പർട്ടിക്കുലർലി ഇഷ്ടമല്ല. LDF വരും. കാരണം എന്താ? കാരണം നല്ല ഭരണങ്ങൾ കാഴ്ചവെക്കണം. ജനങ്ങൾ ഉപകാരങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതായത് LDF ഒരു ഷുവറാണ് ആ കാര്യത്തിൽ. പിണറായി വിജയൻ തന്നെ ഒരു ഉറപ്പാണ്. VD വെച്ച് പിടിക്കില്ല. അത് വേറെ പാർട്ടി. ഇത് CPM-ൻ്റെ ഏരിയ ഇവിടെ പ്രദേശം മുഴുവൻ. അതുകൊണ്ട് CPM തന്നെ അധികാരത്തിൽ വരും. നല്ല ഭരണമല്ല കാഴ്ചവെക്കും. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. പിണറായി തുടർ ഭരണം 3-ാം മുഴുവൻ. കാരണം നാടിനെ നല്ല നിലക്ക് കൊണ്ടുപോയത് അവരാണ്. വളർന്നു വന്നു. ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെന്താണ്, അവരുടെ അജണ്ട ശരിയല്ല. LDF ആവാനാണ് ആവുന്നതിനോടാണ് താല്പര്യം. കാര്യം ഇപ്പോൾ കുറേ അധികം പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു മിഡ് സ്റ്റേജിൽ നിർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബൈ നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിനകത്ത് കംപ്ലീറ്റ് ആവുന്ന രീതിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് LDF ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എത്ര സീറ്റ് നേടുമായിരിക്കും? അതിനെക്കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. മെജോറിറ്റി നേടിയാലല്ലേ നമുക്ക് LDF-ൻ്റെത്. പിന്നെ കാസർഗോഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ഒരു സംശയവുമില്ല, പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാവും. 3-ാം ഊഴം ഉറപ്പല്ലേ. കാരണം നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്ക് ആരൊക്കെ വേണം എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാൻ പോലും സമയമില്ല. അവർക്ക് അവരുടെ തന്നെ ഒരു വ്യക്തിത്വമില്ല. പിണറായിയുടെ ഐശ്വര്യം പ്രതിപക്ഷം തന്നെയാണ്, പ്രത്യേകിച്ച് സതീശൻ. ഒരു സംശയമില്ല കാര്യത്തിൽ. വാർത്തയിൽ മുഴുവൻ കേട്ടതല്ലേ സുധാകരൻ്റെ കാര്യം. സുധാകരൻ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്. പക്ഷേ പാർട്ടി തീരുമാനിക്കേണ്ട അപ്പുറം ഞാനാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞില്ല സ്ഥാനാർത്ഥിത്വം വാങ്ങിയത്. അപ്പോൾ ഭരണം കിട്ടിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിൽ ജനങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട ഒരു അന്തരീക്ഷമായിരിക്കും വരാൻ പോണത്. ഒരു സാധ്യതയില്ല, ഇല്ല. അവസരവാദ രാഷ്ട്രീയമുള്ള അവർ കാണിക്കുന്നത്. തിരുവനന്തപുരത്ത് നിയമത്തെ അവർ വിജയിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പൊട്ടനാണല്ലോ അവിടെ മത്സരിക്കുന്നത്, BJP-യുടെ സ്ഥാനാർത്ഥി. പിണറായി പറയുന്നുണ്ട് നാട് നന്നാക്കി എന്ന് പറഞ്ഞു. ആരോ പാലം കൊണ്ടുവന്നത്? കെ കരുണാകരൻ മുഖ്യമന്ത്രിയല്ലേ പാലം കൊണ്ടുവന്നത്? മറൈൻ ഡ്രൈവ് കൊണ്ടുവന്നത്? ഉമ്മൻചാണ്ടിയല്ലേ പാലം കൊണ്ടുവന്നത്? മെട്രോ പാലം ഇവരെ ഈ പാലം കൊണ്ടുവന്നോ? നല്ലൊരു ആള് വരുന്നത് നമുക്ക് ആഗ്രഹം. അല്ലാതെ ഈ നല്ല ഭരണം കാഴ്ചവെക്കണം, ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്ന ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഏതാൾ വന്നാലും നമുക്ക് പ്രയോജനം. ഇതില്ല, പ്രശ്നമില്ല. എനിക്ക് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും കുഴപ്പമില്ല. നമ്മൾ ജനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ നമ്മളതിന് സപ്പോർട്ട് ചെയ്യും. അതാണ് വേണ്ടത്. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം എന്ന് ആഗ്രഹം? അത് കോൺഗ്രസിൻ്റെ കാര്യമായതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി UDF-ന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വളരെ കടിപിടിയൊക്കെ ഉണ്ടാവും സാധാരണ. UDF-ൻ്റെ പദമാണല്ലോ. എന്നാലേ UDF ഉള്ളൂ. പണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ UDF-ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ UDF-ൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞ ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും UDF നിലനിൽക്കണമെങ്കിൽ. എൻ്റെ ആഗ്രഹം രാജീവ് ചന്ദ്രശേഖരനാവണമെന്ന്. കാരണം അഴിമതിയില്ല. ബാക്കി സ്വർണ്ണക്കൊള്ളയുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സ്വർണ്ണക്കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രിന് ഇവിടെ ആവശ്യമില്ല, എനിക്ക് താല്പര്യമില്ല. ഇത് പറയുകയാണെങ്കിൽ പിണറായി ആവണമെങ്കിൽ ആവാം. പാർട്ടിയിൽ അതേപോലെ ഒരു
ഒരു നല്ലൊരു നേതാവ്, ചങ്കുറ്റുള്ളൊരു നേതാവ് ഉണ്ടെങ്കിൽ അങ്ങനെയാവും. കേരളത്തിൽ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ UDF ആണ് ഭരിക്കേണ്ടത്. അവർക്ക് അവരെ തന്നെ തമ്മിൽ തല്ലി തീരാൻ സമയമില്ല. അവരാണ് കേരളം ജനങ്ങളെ ഭരിക്കാൻ നിൽക്കുന്നത്. ഒരിക്കലുമില്ല. പിണറായി വിജയൻ അത് ഒരഭിപ്രായം പൊതുവെ കുറവായിട്ട് കാണുന്നത്. കാരണം ഞാൻ CPM ആണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത്രയും പോരാ. ഈ തുടരെ പുള്ളിയെ മാറ്റിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നു എന്നൊരു അഭിപ്രായം. മനസ്സിലായോ? 2-3 പ്രാവശ്യമൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു അഭിപ്രായ കുറവുണ്ടാവും. എന്തായാലും പിണറായി വിജയൻ ഉണ്ടാവില്ല. കാരണം മരിച്ചില്ലേ, മതിയായില്ലേ, ഇനി വരില്ല, കാര്യം ഉണ്ടാവില്ല. ആര് വരണം എന്ന് ആഗ്രഹം? ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഭരണം മാറണം, അത്ര ആഗ്രഹമുള്ളൂ. ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കേരളം കണ്ടുള്ള ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്നേ വരെ ഇല്ലാത്ത, എനിക്കൊരു 75 മുതലുള്ള ഇലക്ഷനൊക്കെ ഓർമ്മയുള്ള ആളാണ് ഞാൻ. ഇത്രയും കരുത്തനും കേരളത്തിൽ ഇതിനുമ്പ് ഇങ്ങനെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് കരുത്തനാണ്. അതാണ് പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകം മിടുക്ക്. നിവർന്നത് വർത്താൻ പറയാൻ പറ്റുള്ള ഒരു LDF ഉണ്ടാ. നിവർന്നത് വർത്താൻ ഉള്ള കാര്യം പറയുമോ? പറഞ്ഞാൽ ഉള്ളി പറഞ്ഞാൽ എല്ലാ കാര്യം പ്രവചിച്ചപ്പോൾ ശരിയാണ്, കൃത്യമായിട്ട് പറഞ്ഞു. VD സതീശൻ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ ഉറപ്പിച്ച് പൗക്കാർ. VD സതീശൻ ഇവിടെ മുഖ്യമന്ത്രിയാവും. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ടോ? അതായത് ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാവരും കൊണ്ട് നല്ലതാണല്ലോ. വിദ്യാഭ്യാസമുള്ള ഒരാൾ, കാര്യങ്ങൾ നോക്കാൻ കഴിവുള്ള ഒരാൾ, അങ്ങനെയൊക്കെ ഒരു അതാണല്ലോ അതിൻ്റെ രീതി. മുഖ്യമന്ത്രി ആവുന്നത് അർഹനാണ് പുള്ളി, അതിന് മാറ്റമൊന്നുമില്ല ആ ഒരു കാര്യത്തിൽ. എൻ്റെ അഭിപ്രായം VD സതീശൻ തന്നെയാണ്. പിന്നെ LDF സർക്കാർ ഇതുവരെ 10 വർഷം ഭരിച്ചു. ഒന്നില്ലേ അദ്ദേഹത്തിനൊക്കെ പ്രായം കൂടുതലാണ്. വെറുതെ പറയുന്ന വാക്ക് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയുന്നില്ല. 10-82 വയസ്സായി. അപ്പോഴൊക്കെ മാറ്റി നിർത്തേണ്ട. ഇവിടെ അല്ലാത്ത നേതാക്കന്മാരെ 75 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി നിർത്തുന്നുണ്ട്. ഇവർക്ക് മാത്രം എന്തുകൊണ്ട് മാറി നിൽക്കുന്നുള്ള മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ഗോവിന്ദനും മറ്റേ MV അയാൾക്കും 74 വയസ്സായി. എന്നിട്ട് എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല? ബാക്കിയുള്ളവരൊക്കെ മാറ്റി നിർത്താൻ ഇവർക്ക് അധികാരമാവും. അപ്പോൾ അധികാരമാവുകയല്ലേ ഇത്? 10 വർഷം ഭരിച്ചു വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല.